ആ ഇപ്പൊ ആ ആ ആ ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിതൊരു AC അഴിച്ച് അതിനകത്തുള്ള മുഴുവൻ ഉപകരണങ്ങളെയും പറ്റി പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻഡോറിനെ പറ്റി ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ഇതൊന്ന് അഴിക്കാം, ഇത് ഫുള്ളായിട്ടൊന്ന് അഴിക്കാം. ഇതാണ് നമ്മുടെ ഇൻഡോറിൻ്റെ കളർ. ഇത് ഫിൽറ്ററാണ്. ഇത് നമ്മളൊരു ഒരാഴ്ച കൂടുമ്പോൾ ആഴ്ചയിൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഡെയിലി യൂസ് ഉണ്ടെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഇത് അഴിച്ചൊന്ന് കഴുകിയിടണം. അത് നമുക്ക് തന്നെ ചെയ്യാനുള്ള കേസേ ഉള്ളൂ, സ്വയം ചെയ്യാനുള്ള കേസേ ഉള്ളൂ. ഇതതിൻ്റെ കവറ്. നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഇതെല്ലാം അഴിച്ചു വെച്ചിരിക്കുകയാണ്. ചുമ്മാ പൊക്കിയാണ്. ഇതാണ് നമ്മുടെ AC-യുടെ കോയിൽ. ഇത് നമ്മുടെ കൂളിംഗ് കോയിലാണ്. ഇത് നമ്മുടെ AC-യുടെ PCB ബോർഡ്. അതാണ് AC-യുടെ എയർ സെൻസർ. എയർ സെൻസറിൻ്റെ വർക്കെന്ന് പറഞ്ഞാൽ AC നമ്മൾ എയർ എന്തേരം കൂളായി എന്ന് സെൻസ് ചെയ്യുന്നത് ഈ എയർ സെൻസറാണ്. ഈ കോയിലിനകത്തൂടെ എയർ കയറുമ്പം ഈ സെൻസർ കോയിലിൻ്റെ മേളിൽ വെച്ച് സെൻസ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ AC കട്ട് ഓഫ് ആകുന്നത്. കൂളിങ് നമ്മൾ കൊടുത്ത റീഡിങ്ങിനനുസരിച്ച് കൂളിംഗായി കട്ട് ഓഫ് ആകുന്നത് ആ ഒരു പ്രോസസ്സ് പ്രകാരം. അതാണ് കോയിൽ സെൻസർ. കോയിൽ സെൻസർ എന്ന് പറയുന്നത് AC വർക്ക് ചെയ്യുന്നുണ്ടോ, കറക്റ്റായിട്ട് കൂളിംഗ് ആകുന്നുണ്ടോ, കോയിൽ തണുക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. അത് AC-യുടെ പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് ആ കോയിൽ സെൻസർ. ഇത് രണ്ടും AC-യുടെ പ്രൊട്ടക്ഷൻ്റെ ഭാഗമാണ്. നമ്മുടെ കറണ്ട് ചാർജും ഇതൊക്കെ കുറയ്ക്കാൻ. ഇതാണ് അതിൻ്റെ ബോർഡ്. ഈ ബോഡി ഞാൻ അഴിച്ചു മാറ്റിയാം. ഇതാണ് എൻ്റെ കൂളിംഗ് കോയിൽ. ഇതാണ് ഗ്യാസ്. ഇപ്പം നമ്മളെല്ലാം വിചാരിക്കുന്നുണ്ട് ഈ കോയിലാണ് തണുക്കുന്നത്. ഈ കോയിൽ തണുത്തിട്ട് ഈ ബ്ലോവർ ഫാൻ ഇതുണ്ട്, ഇതിനകത്ത് ഈ ഫാൻ കണ്ട്, ഈ ഫാൻ ഈ കോയിലിനകത്തൂടെ എയർ അകത്തേക്ക് വലിക്കും. എയർ അകത്തേക്ക് വലിച്ചിട്ട് അങ്ങനെയാണ് നമുക്ക് അപ്പോൾ തണുത്ത എയർ നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഈ AC-ക്ക് നമുക്ക് തണുപ്പ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ കോയിലൂടെ ഒന്ന് അഴിക്കാം. ഇതാണ് AC-യുടെ കോയിൽ. ഉണ്ടോ, അതിനകത്തൊരു പല്ലി കയറിയിരിക്കുന്നുണ്ട്. ഒരു പല്ലി ഇറങ്ങിപ്പോടാം. നമുക്ക് ഇതാണ് ഇതേ കൂടെയാണ് ഗ്യാസ് അകത്തേക്ക് വരുന്നത്. ഇതേ കൂടെ റിട്ടേൺ പോകും. ഈ ഗ്യാസ് അതിൻ്റെ പ്രവർത്തനത്തെ പറ്റി ഞാനൊരു അടുത്ത വീഡിയോയിൽ നല്ല രീതിയിൽ വിവരിച്ചു തരാം. വാട്ടർ ട്രൈ, ഇപ്പം ട്രെയിൻ ബ്ലോക്കൊക്കെ വരുമ്പോഴത്തേന് ഈ ട്രൈക്കകത്ത് ചെളി ഇറങ്ങിയിട്ട് ഇതിനകത്തൂടെയാണ് വെള്ളം ഇങ്ങനെ ഒഴുകി വെളിയിലേക്ക് ഉണങ്ങിയിട്ട് ഈ ഹോൾ വഴി വന്നിട്ട് ഈ പൈപ്പ് വഴി അങ്ങ് പോകും. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ ഹോൾ അടഞ്ഞു പോവുകയൊക്കെ ചെയ്യുമ്പോഴാണ് വേണ്ട ഈ ഹോള് അടുത്ത് കാണിക്കും. ഈ ഹോൾ അടഞ്ഞു പോവുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് AC-ക്കകത്തുനിന്ന് വെള്ളം ചാടുന്നൊരു കംപ്ലയിൻ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ആ ഫിൽറ്റർ കഴുകിയിടുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നല്ലത്. ഇടയ്ക്ക് കൃത്യമായിട്ട് സർവീസും കൊടുക്കണം. ഇതാണ് AC-യുടെ ബ്ലോവർ ഫാൻ. ഇതാണ് നമുക്ക് കറങ്ങി എയർ വലിച്ച് കോയിലിനകത്തൂടെ എയർ തള്ളുന്നത്. അപ്പം ഒരു AC-യുടെ ഇൻഡോറിനകത്ത് ഇത്രയും സാധനങ്ങളൊക്കെ ഉള്ളൂ. ഫാന്, ബ്ലോവറ്, ഫാൻ മോട്ടർ, അതുപോലെ കൂളിംഗ് കോയില്. ഇതാണ് കൂളിംഗ് കോയില്. പിന്നെ PCB, അതിൻ്റെ 2 സെൻസറുകൾ. ഇത്രയും സാധനമാണ് നമുക്ക് ഇൻഡോറിനകത്ത് വരുന്നത്. ഇതിപ്പോൾ ഉണ്ട്, ബ്ലോവറിലൊക്കെ പൊടിയുണ്ട്. ഇപ്പോൾ സർവീസ് കൊടുക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ പൊടി കയറുന്നത്. അപ്പം നമ്മളിത് കൃത്യമായിട്ട് സർവീസ് കൊടുത്തുകൊണ്ടിരുന്നാൽ വാട്ടർ ലീക്ക് അതുപോലുള്ള കംപ്ലൈൻറ്റുകൾ നമുക്ക് മാക്സിമം ഒഴിവാക്കാം. കറണ്ട് ചാർജ് ലാഭിക്കാം. AC-ക്ക് കൂളിംഗ് നല്ലതായിട്ട് കിട്ടുകയും ചെയ്യും.
അതിന് നമുക്ക് ഇതിൻ്റെ ഔട്ട്ഡോർ ഒന്ന് അഴിച്ച് പരിശോധിക്കാം. അപ്പം ഞാനിത് പെട്ടെന്ന് ഒന്ന് അഴിക്കാം. ഇതാണ് AC-യുടെ ഇൻഡോറിൻ്റെ ഉൾവശം. ഇതാണ് അതിൻ്റെ PCB. ഇത് ഇൻവെർട്ടർ AC ആണ്, അപ്പോൾ അതിൻ്റെ PCB ആണ്. ഇതാണ് കംപ്രസർ വരുന്നത്. കേട്ടോ, ഇതാണ് AC-യുടെ കംപ്രസർ. പിന്നെ ഇത് ഫാൻ മോട്ടർ. ഇതാണ് കണ്ടൻസർ. നമ്മുടെ ചൂട് പുറന്തള്ളുന്ന ഇതാണ്. ഇതിനകത്തോട്ടാണ് നമ്മുടെ ഗ്യാസ് വന്നിട്ട് ചൂട് പുറന്തള്ളി അത് ലിക്വിഡായിട്ട് മാറുന്നത്. ഇതിൻ്റെ അടുത്ത ഒരു AC-യെ പറ്റി വിശദമായിട്ട് AC-യുടെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത വീഡിയോ, ഇത് നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഈ രീതിയിലൊരു വീഡിയോ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അപ്പം ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ AC-യുടെ ഇതിനെപ്പറ്റി എല്ലാം ഒന്ന് അഴിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുകയായിരുന്നു. അടുത്തത് AC-യുടെ വർക്കിങ്ങിനെ പറ്റി ഒരു വിശദമായ വീഡിയോ ഉടനെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള രസകരമായ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം.